ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ നമ്മുടെ RS2ലെ കുറച്ച് ഫീച്ചേഴ്സാണ്. അതിന് നമുക്ക് ഒരു ഫാൻ എങ്ങനെ ഓൺ ആക്കാമെന്ന് നോക്കാം. RS2 എടുത്തിട്ട് ഫാൻ ഓൺ എന്ന് അടിക്കുക. അപ്പോൾ ഫാൻ ഓൺ ആകുന്നതാണ്. എന്നിട്ട് ഓഫ് ആക്കണമെങ്കിൽ ഫാൻ ഓഫ് എന്ന് അടിച്ചാൽ മതി. ഫാൻ ഓഫ് അടിക്കുക. ഫാൻ ഓഫ് ആവുന്നത് കാണാം. ഇനി നമുക്ക് നേരെ എങ്ങനെ വീടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അതിന് വീടിന് പുറത്ത് പോയിട്ട് ഞാൻ ഹൗസ് കളർ എന്നടിക്കുക. ആദ്യം ഹൗസ് കളർ എന്നടിച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറ് നിങ്ങൾ അവിടെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കളർ ആവുന്നത് നമുക്ക് കാണാം. ഞാൻ ഇവിടെ റെഡാണ് ആദ്യം അടിക്കുന്നത്. അത് ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ഒന്നുകൂടി അടിക്കാം. ഹൗസ് കളർ റെഡ്. ഇപ്പോൾ റെഡ് ആകുന്നത് കാണാം. ഇനി നമുക്ക് ഗ്രീൻ ആക്കി നോക്കാം. ഹൗസ് കളർ ഗ്രീൻ. ഗ്രീൻ ആയത് കാണാം. ഇനി പഴയ കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ഹൗസ് കളർ എന്നടിച്ചിട്ട് വൈറ്റ് എന്നടിച്ചാൽ മതി. വൈറ്റ്. ഇനി അടുത്ത ഫീച്ചറാണ് ഇതിലെടുത്ത് RS2 എടുത്തിട്ട് ജെറ്റ് എന്നടിച്ചാൽ ആകാശത്തിലൂടെ ജെറ്റ് പോകുന്നത് നമുക്ക് കാണാം. ജെറ്റ് പോകുന്ന ഒരുപാട് ജെറ്റുകൾ ഉണ്ടാവും. ഇനി ഒരുപാട് ജെറ്റ് എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. ഇനി വേറൊരു ഫീച്ചറാണ് ഹെലികോപ്റ്റർ എന്നൊന്ന് അടിക്കുക. ഹെലി എന്നടിച്ചാൽ മതി. അപ്പോൾ തന്നെ റെഡിയാവും. ഹെലികോപ്റ്റർ പോകുന്നത് കാണാം. ഹെലികോപ്റ്റർ അവിടെ പോകുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ഒരുപാട് അടിച്ചാൽ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് വരുന്നതാണ്. ഇപ്പോൾ തന്നെ 2-3 ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാകും. അടുത്തൊരു ഫീച്ചറാണ് നമ്മുടെ ഫോണിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫോൺ കളർ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അടിക്കുക. ഫോൺ കളർ. ഞാൻ യെല്ലോ അടിക്കുന്നത്. എല്ലാം നമുക്ക് കാണാം. ഇനി ഫോൺ കളർ റെഡ് എന്നടിച്ച് പഴയതിനാകുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു ഫീച്ചർ നമുക്ക് കാണാം. ആദ്യം ഇവിടെ ഞാൻ നമ്മുടെ വീടിന് മുമ്പിൽ നിന്ന് സേവ് നോക്കുന്നു. സേവ് അടിച്ചു കൊടുക്കുക ആദ്യം. അതിന് മുമ്പ് എനിക്ക് കളി കാണാനുണ്ട്. നമ്മൾ ഈ കളിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കി വെക്കുക. നമ്മുടെ പ്ലെയർ പൊസിഷൻ സേവ് കാണാം. അപ്പോൾ നാട്ടിൽ സേവ് എന്ന് അടിച്ചിരുന്നു. അതിന് വണ്ടി കയറാം. അങ്ങനെ ഒരുപാട് ദൂരം പോകണം ഗൈസ്. എനിക്ക് ഇഷ്ടമുള്ളത്ര ഒരുപാട് ഏതെങ്കിലും സ്ഥലത്തേക്ക് എടുക്കുക. ഒരുപാട് ദൂരം പോകണം ഗൈസ്. ഇഷ്ടമുള്ളത്ര പോകാം. പരുവമായി ഒരുപാട് ദൂരം പോകാം. ഒരുപാട് ദൂരം വേണം.
ഉണ്ട്. അത് ഏറ്റവും ഗൈസ് അവിടെ എപ്പോഴും പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സിറ്റിയുടെ എല്ലാ ഭാഗത്തും എത്തും. ഇനി നമ്മൾ നേരെ ഓരോ സ്കൂൾ എടുത്തിട്ട് ലോഡൊന്ന് അടിക്കുക. LOAD എടുക്കുക. ഇപ്പോൾ നമ്മൾ എവിടുന്നാണ് സേവ് വെച്ച് അടിച്ചത് അവിടെ തന്നെ എത്തുന്നതായിരിക്കും. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മറ്റൊരു ഫീച്ചറാണിത്. അപ്പോൾ ഇനി അടുത്ത സീറ്റിൽ കൂടെ നമുക്ക് കാണാം. നമ്മളൊരു വണ്ടി എടുക്കണം. നമ്മൾ ബുഗാട്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അതിലൊഴിഞ്ഞ സ്ഥലത്ത് പോകണം ഗൈസ്. ഞങ്ങളുടെ വീടിന് മുമ്പിൽ തന്നെ ആക്കാം. ഇനി ഞങ്ങൾക്ക് പുതിയ സിറ്റി ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇതിലൂടെ കളിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് കുറച്ച് ബിൽഡിങ്സ് കാണാം. ഇനി B1 അടുത്തൊരു ബിൽഡിംഗ് വരുന്നതായിരിക്കും. B2 ഇത് നമ്മുടെ B1 ബിൽഡിങ്. ഇനി B2 ആണ്. ഇതാണ് B2 ബിൽഡിംഗ്. B3 B3 എന്ന് എടുക്കുക. അപ്പോൾ അടുത്ത ബിൽഡിംഗ് കാണാം. മറ്റൊരു ബിൽഡിംഗ് ആണ്. ഇനി B4 എന്ന് എടുക്കാം. B4 മറ്റൊരു ബിൽഡിംഗ് ആണ്. ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തണം. നമുക്ക് B5 അടിക്കാം. B5 ചെറിയ ബിൽഡിംഗ്. ഇനി B6 അടിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സിറ്റി ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങളാണ്. അപ്പം ഇനി അടുത്ത് B7 അടിക്കണം. B7 B8 അടിക്കാം. B8 അടിക്കാം. എന്താണ് B8 ഇങ്ങനെ 10 വരെ ഉണ്ട് ഗൈസ്. B9 ഉണ്ട്. B10 നമുക്ക് നോക്കാം. B9 B99 ഗൈസ്. B9 ആണ്. B10 അടിക്കുക. ഇത് അവസാനത്തെ ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ഇട്ടാൽ ഇത്രയും ബിൽഡിങ്സ് നമുക്കൊരു സിറ്റി പണിതാനായി. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. ഒരുപാടായി കാണിച്ചു തരാം. P1 എന്ന് അടിക്കാം. P1 ലൈറ്റ് വന്നിട്ടുണ്ട്. P2 പ്രോപ്സ് 1 ആണ് പോകുന്നത്. P2 നോക്കാം. ഇതാണ്
prop 3 നോക്കാം. prop 3 control prop P5 അടിക്കാം. അടുത്ത സാധനം കാണാം. prop P6 അടിക്കാം. അപ്പോൾ നമുക്ക് ഒരു സീറോ ലൈൻ്റെ ചിഹ്നം കാണാം. പിന്നെ P7 അടിക്കാം. P7 അപ്പോൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാം. P8 അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു വേസ്റ്റ് ബിന്നാണ് കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് P9 അടിക്കാം. ഇവിടെ എന്ത് സാധനമെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി കമൻറ്റ് ചെയ്യുക. പിന്നെ P10 കാണാം. P10 ഇതും അതുപോലെ സാധനം. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി കമൻറ്റ് ചെയ്യുക. P11 നോക്കാം. ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കാം. അങ്ങനെ ഒരുപാട് കോഡുകളുണ്ട് ഈ ആദ്യത്തെ സ്കൂളിൽ. P12 ഇതും അതുപോലെ സാധനം. P13 ആക്കാം. ഇത് അതുപോലെ സാധനം. P14 കുറച്ച് വലിയ സാധനമാണ്. ഇതെന്തൊക്കെ സാധനം. P14 P15 ഉണ്ടാക്കാം. P16 നോക്കാം. P16 വായിക്കണം. P17 നോക്കാം. ഇത് എത്ര വരെ ഉണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല സത്യം പറയുകയാണെങ്കിൽ. P17 നോക്കി. P18 നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഹൗസ് ഇട്ടെല്ലാം ഇപ്പോൾ ഇവിടെ പോണായിരിക്കും. നമുക്ക് ഹൗസ് 1 ഇങ്ങനെ ഹൗസ് 1 മുതൽ ഹൗസ് 10 വരെയുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ. ഇനി W1 എന്നടിക്കാം. അതടുത്ത ഫീച്ചറാണ് W1. വാൾ 1 വാൾ 2 നോക്കാം. വാൾ 2 വാൾ 3 നോക്കാം. വാൾ 3 വാൾ 3 ഇത്രയുള്ളൂ. ഇനി R1 എന്നടിക്കാം. R1 R2 ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കാം. ട്രൈ ചെയ്യാം ഗൈസ്.
ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ ആർജസ് ടൂൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മളെ ഹൗസ് 1 to 10 വരെയുള്ള ഇതൊക്കെയാണ്. ഈ ഹൗസ് 1 to 10 വരെയുള്ള എല്ലാ ഹൗസസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു സിറ്റി ബിൽഡിങ്ങിന് ആവശ്യമായ ഒരുപാട് ഘടകങ്ങളാണിത്. ഇതൊക്കെ ഇവിടെ ആർജസ് ടൂളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് എനിക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.